നമുക്ക് ഇതുവരെ വിപ്പ് ലഭിച്ചിട്ടില്ല. ഇല്ല, തരാൻ ഇഷ്ടംപോലെ സമയങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതുവരെ നമുക്ക് അത് കിട്ടിയിട്ടില്ല. വിപ്പ് ലംഘിച്ചാലോ നമുക്ക് പെട്ടെന്ന് ഒരു അയോഗ്യമാക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അതിൻ്റെ നിയമങ്ങളൊക്കെ നമുക്കും അറിയാമല്ലോ. അപ്പോൾ അതിനെ നമ്മൾ പിന്നെ മെൻ്റലി നമ്മൾ പ്രിപ്പയർഡ് ആണ് അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ. അതെ, നേരത്തെ ഉണ്ടായ നിലപാടെന്ന് വെച്ചാൽ നമ്മൾ ജനുവരി 18 നടന്ന സംഭവത്തിനെ ആസ്പദമാക്കിയാണല്ലോ നമുക്കൊരു മറിച്ചൊരു തീരുമാനം എടുക്കേണ്ടി വന്നത്. അതിനൊരു മറുപടി കൊടുത്തില്ലെങ്കിൽ പിന്നെ നമ്മളൊരു ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പം അതുകൊണ്ട് അതെ വിപ്പ് ലംഘിച്ച് വോട്ട് ചെയ്യും 100%. ഇല്ല, ഇതുവരെ പാർട്ടി വിപ്പ് തന്നിട്ടില്ല. നമ്മളുമായിട്ട് ഒരു ചർച്ചകൾ നടത്തിയിട്ടില്ല. ജനുവരി 18 ശേഷം CPM-ഉമായിട്ട് യാതൊരു ബന്ധങ്ങളുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മളോട് ഈ ജനുവരി 18 ഈ അവിശ്വാസം അന്ന് പാളിപ്പോയല്ലോ. നമുക്ക് അന്നേരം രണ്ടാമത്തെ കഴിഞ്ഞ ഈ മാസം 5 നടന്ന അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പിനും അതിനും UDF അനുകൂലിച്ച് നമ്മൾ നിന്നെങ്കിൽ പോലും നമുക്ക് ഒരു ചെയർപേഴ്സൺ സ്ഥാനത്തെക്കുറിച്ച് നമ്മൾ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ നമ്മൾ നിശബ്ദയായിരുന്നു കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ കുതിരക്കച്ചവടത്തിലൂടെ നമ്മളെ വശത്താക്കിയാണ് UDF നമുക്ക് ഈ ഒരു സീറ്റ് തന്നേന്നുള്ള ഒരു ആരോപണം ഉയർന്നു വന്നു. അപ്പോൾ ആ ആരോപണം ശരിയല്ല എന്ന് തെളിയിക്കേണ്ടത് നമ്മുടെ ഒരു ബാധ്യതയാണ്. നമ്മൾ കുതിരക്കച്ചവടത്തിലൂടെയല്ല, നമ്മളൊരു നിലപാടിൽ ഉറച്ചു നിന്നാണ് നമ്മൾ സംസാരിച്ചത്. അല്ലാതെ കുതിരക്കച്ചവടം ഇതിനകത്തൊരു നടന്നിട്ടേ ഇല്ല. പിന്നെ ഞാനൊന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പം നമുക്ക് സ്വാഭാവികമായിട്ടൊരു പിന്നെ അത് പറയുന്നുണ്ടല്ലോ, വിപ്പ് ലംഘിക്കുന്ന കാര്യം പറഞ്ഞല്ലോ. അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വ്യക്തത, നമ്മളെന്താണ് നമ്മുടെ വ്യക്തത തെളിയിക്കാനൊരു വേദി പിന്നീട് നമുക്ക് കിട്ടൂല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ അനുകൂലിച്ച് ഇപ്പം നിൽക്കുന്നു. ഈ ചെയർപേഴ്സൺ സ്ഥാനം നമ്മൾ ആഗ്രഹിക്കുന്നു. ആത്മവിശ്വാസമുണ്ട്. ഞാൻ പറയുന്നത് അന്ന് നമുക്ക് അറിയാമല്ലോ, നമുക്ക് 18 തീയതിക്ക് ശേഷം ഇതേ തീയതി വരെ അവർ എൻ്റെ വീടിൻ്റെ മുൻപിൽ മൈക്ക് കെട്ടി ആണ് എന്നെ അനാവശ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അവരാ കാണിക്കുന്ന ചങ്കൂറ്റത്തിനൊരു മറുപടി കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ നമ്മൾ അതിന് മറുപടി കൊടുക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ ഡയസിലിരുന്നാലും എനിക്ക് അങ്ങനെ എന്ത് വന്നാലും ഫേസ് ചെയ്യാൻ ഞാൻ 100% തയ്യാറാണ്.